വർഷം 2017 ഇന്ത്യയിലെ 1300 പരം എക്സിക്യൂട്ടീവ്സിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഓക്സ്ഫോർഡ് എക്കണോമിക്സും IBM ഒരു സ്റ്റഡി പുറത്തുവിട്ടു. ആ സ്റ്റഡിയുടെ റിസൾട്ട് ഇതായിരുന്നു: ഇന്ത്യയിൽ തുടങ്ങുന്ന 90% സ്റ്റാർട്ടപ്പുകളും 5 വർഷം കൊണ്ട് പൂട്ടിപ്പോവുകയാണെന്നാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഒരു ബിസിനസ് അത് ഫെയിൽ ആവാതെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ അതിനാദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5 വർഷം, ആദ്യത്തെ 5 വർഷം ഭയങ്കര പ്രധാനം. അപ്പോൾ ഇതിൽ ഓരോ വർഷവും ഏത് രീതിയിലാണ് ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റും കാണുന്ന ഒരു ഫാന്റസി വേൾഡ് അല്ല ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം ഒറിജിനൽ വേൾഡിൽ എങ്ങനെയായിരിക്കും ഒരു ആവറേജ് ബിസിനസ് കടന്നു പോകുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ലോങ് ഫോമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാം. അപ്പം ഷോർട്ട് ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം ഇയർ 1 സർവൈവൽ സ്റ്റേജ്. 20% സ്റ്റാർട്ടപ്പുകളും ഫെയിൽ ആവുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. നമ്മൾ ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ഒരു എൻട്രി കുറിക്കുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഇതിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കുന്ന പ്രൊഡക്റ്റ് സർവീസ് നമുക്ക് നല്ല കോൺഫിഡൻസും വിശ്വാസവും ഇഷ്ടവും ഉണ്ടാവും. പക്ഷേ കസ്റ്റമറിന് അത് ശരിക്കും ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണോ, അല്ലെങ്കിൽ കസ്റ്റമർ വാലിഡേഷൻ നമ്മൾ ഈ ഒരു ഫേസിൽ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് വേണ്ടി പേ ചെയ്യുന്ന കുറച്ച് കസ്റ്റമറെ കണ്ടെത്തുക, കുറച്ച് ആൾക്കാരെ കണ്ടെത്തുക, എന്നിട്ട് അവരുടെ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത കസ്റ്റമറിലേക്ക് പോകുക. നമ്മൾ ആദ്യത്തെ ഒരു ഫേസ്, ആദ്യത്തെ ഒരു ഇതാണ് നമ്മൾ സെക്കൻഡ് ഇയർ, അതായത് ഫൗണ്ടേഷൻ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ഏകദേശം 32% സ്റ്റാർട്ടപ്സ് ആണ് പൂട്ടിപ്പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മളൊരു ഫസ്റ്റ് റവന്യൂ, ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് നമ്മളൊരു ഫസ്റ്റ് റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങുന്ന ഒരു കാലമായിരിക്കും. അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മൾ റവന്യൂ കാണുമ്പോഴേക്കും നമ്മൾ എക്സ്പാൻഷൻ വിചാരിക്കും. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റാഫിനെ അറിയും, കാര്യങ്ങൾ കുറേ അങ്ങനെ ചിന്തിച്ച് കുറേ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതാണ് പ്രിമച്വർ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓക്കെ ആവാതെ, അതായത് ഒരു സിസ്റ്റം സെറ്റ് ചെയ്യാതെ നമ്മൾ അതിലേക്ക് പോവുകയും ചെയ്യരുത്. ഇയർ 3 സ്റ്റെബിലിറ്റി സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ഒരു കാൽപാതൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ഫുഡ് പ്രിന്റ് ഉറപ്പിച്ചിട്ടുണ്ടോ ഏകദേശം. റവന്യൂ ഒക്കെ കുറച്ചൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരിക്കും. പിന്നെ മാർക്കറ്റിലുള്ള ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ നിങ്ങളായിട്ട് കോമ്പറ്റീഷൻ വരുന്നൊരു ടൈം ആയിരിക്കും. ഈ ഒരു പീക്ക് ടൈം ആയിരിക്കും ഈ ഒരു 3rd ഇയർ. പക്ഷെ ഇവിടെ വരുന്ന പ്രധാന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ വി മെയ്ഡ് ഇറ്റ്, ഇനി നമുക്കൊന്നുമില്ല, നമ്മൾ ഏകദേശം മാർക്കറ്റ് നേടിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇന്നോവേഷൻ നിർത്താൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇയർ 4 to 5 ഇതാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഒരു സിസ്റ്റം ഒക്കെ ഏകദേശം ഇങ്ങനെ സെറ്റ് ആയി വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഫേസിലാണ് 48% ഫെയിലിയർ റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ നേരെ 32 48 കിടക്കും ഇയർ 4 to 5 എത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് സിസ്റ്റം ഒക്കെ സെറ്റ് ആവും, ഡെവലപ്പ് ആവും. ഇതിൽ ഏറ്റവും വലിയൊരു പവർഫുൾ സംഭവം കഴിവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ ആണ്. അതായത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക ടാസ്ക് കറക്റ്റായിട്ട്. സിസ്റ്റം നമുക്ക് ബിൽഡായി വരും ഈ ഒരു ഫേസിലേക്ക്. പിന്നെ ഫൈനലി ഇയർ 5, അതായത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ ആയി, പക്ക സ്കെയിൽ ചെയ്യാൻ. മറ്റേൻ്റെ ഇടയിൽ നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ മതി, പക്ഷേ നല്ല രീതിയിലൊരു പുറത്തൊരു റെക്കഗ്നീഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ ഓക്കെ ആയിരിക്കും ഈ ഒരു ഫേസ് ആകുമ്പോൾ. പിന്നെ അതുപോലെ സിസ്റ്റം ബിൽഡ് എല്ലാ കാര്യങ്ങളും ഓക്കെ ഒരു ഫേസാണ് ഇത്. പക്ഷേ നിങ്ങൾ 90% ബിസിനസ്സുകാരെ വെട്ടിച്ചിട്ടായിരിക്കും ആ ടോപ്പ് 10% ഉള്ളതായിരിക്കും ആ ഒരു 5th ഇയറിലൊക്കെ എത്തുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഫേസിലേക്ക് നിങ്ങൾ എല്ലാവരും അറിയും, നിങ്ങൾ ബ്രാൻഡിന് എല്ലാവരും അറിയും. പക്ഷേ ഗ്ലോബൽ റീച്ച് എന്ന് പറയുമ്പോൾ ഒരു 4% ബിസിനസ്സിന് സ്റ്റാർട്ടപ്സിന് മാത്രമേ കിട്ടുള്ളൂ. അതാണ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും സ്റ്റെപ്പുകളുണ്ട്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ദിവസം ബിസിനസ്സിലേക്ക് 2ാമത്തെ ദിവസം പോയിട്ട് BMW എടുക്കലല്ല പരിപാടി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക.